ഹായ് ഫ്രണ്ട്സ്, ഡൽഹി ബൈക്ക് ടാക്സി വ്ലോഗിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കഴിഞ്ഞ 3-4 ദിവസമായിട്ട് ഞാൻ വീഡിയോ ചെയ്യുന്നില്ലായിരുന്നു. കഴിഞ്ഞ ഒരാഴ്ച ഭയങ്കര മടുപ്പായിരുന്നു. ഞാനാകെ 10-20 റൈഡ് അങ്ങോട്ടേ എടുത്തിട്ടുള്ളൂ. കാരണം 5 രൂപ 6 രൂപയാണ് നമുക്ക് ഓരോ ട്രിപ്പിനും കിട്ടുന്നത് പെർ കിലോമീറ്ററിന്. നമ്മൾ വണ്ടി എടുത്ത് പെട്രോളും അടിച്ച് മൊബൈലും റീചാർജ് ചെയ്ത് വണ്ടി ഓടിയിട്ട് ഓരോ ട്രിപ്പും 1-2 കിലോമീറ്റർ പോയി പിക്കപ്പ് ചെയ്ത് ഡ്രോപ്പ് ചെയ്യുന്നതിന് നമുക്ക് 1 കിലോമീറ്റർ 5 രൂപ വെച്ച് കിട്ടിയാൽ 5 രൂപ 6 രൂപ വെച്ച് കിട്ടിയാൽ നമുക്ക് എങ്ങനെ മുതലാകാനാണ്? നമ്മുടെ സമയം കളഞ്ഞ് നമ്മൾ വർക്ക് ചെയ്തിട്ട് 1 മണിക്കൂറിൽ 100 രൂപ പോലും നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്നില്ലെങ്കിൽ നമ്മൾ വർക്ക് ചെയ്തിട്ട് എന്താ കാര്യം? ഒരു കാര്യവുമില്ല. അതുകൊണ്ട് ഞാൻ കഴിഞ്ഞ ഒരാഴ്ച വർക്ക് ചെയ്തില്ല. ഈ ആഴ്ചയെങ്കിലും ഇവർ റേറ്റ് കൂട്ടി തരുമെന്ന് വിചാരിച്ചു. നോ രക്ഷ. നമ്മൾ വീഡിയോ ഇടായിരുന്നപ്പോൾ ചാനലും ഡൗൺ ആയിപ്പോയി. അത് കാരണം ഞാൻ ഇന്ന് വീണ്ടും ചാണക്യപുരിയിൽ നിന്ന് നമ്മുടെ റൈഡ് സ്റ്റാർട്ട് ചെയ്തതാണ്. ഇതൊന്ന് വർക്ക് ചെയ്ത് നോക്കാം. ഇപ്പോൾ സമയം 11 മണിയായി. 10-11 മണി ആകാറായി. നമുക്കൊരു 5 മണി വരെ ഓടി നോക്കാം. നമുക്ക് എത്ര രൂപ ഏൺ ചെയ്യാൻ പറ്റും. ഇപ്പോൾ വണ്ടിയുടെ മീറ്റർ വർക്കാവുന്നില്ലല്ലോ, അതുകൊണ്ട് കിലോമീറ്റർ നോക്കാൻ പറ്റത്തില്ല. മീറ്റർ ഇടയ്ക്ക് സ്റ്റക്കായിപ്പോയി. കേബിൾ പൊട്ടിയതാണോ അതോ വേറെ എന്തെങ്കിലും പ്രശ്നമാണോ അറിയില്ല. ഇതിപ്പോൾ നെഹ്റു പാർക്കാണ് നമ്മുടെ റൈറ്റ് സൈഡിൽ കാണുന്നത്. നെഹ്റു പാർക്ക്, ചാണക്യപുരി. ഇവിടുന്ന് RK പുരത്തിന് ഒരു ട്രിപ്പ് കിട്ടിയിട്ടുണ്ട്. മിസ്റ്റർ ആശിഷ് വിദ്യാർത്ഥിയാണ്. അപ്പോൾ ഈ കഴിഞ്ഞ ഇടയ്ക്കൊക്കെ ഓട്ടോക്കാരെല്ലാം സമരമായിരുന്നു ഈ ഓല ഊബറിൻ്റെ ഈ റേറ്റ് താത്തി ഓടുന്നതിൻ്റെ. എന്നിട്ട് ഇമാർ വീണ്ടും പണി തന്നുകൊണ്ടിരിക്കുക. കാരണം ഇതുപോലെ ആൾക്കാർ വർക്ക് ചെയ്യാനുണ്ടെന്നറിയാം. അതുകൊണ്ട് ഇതൊരു തരത്തിലൊരു തൊഴിൽ ചൂഷണമാണ്. കാരണം ഇതുകൊണ്ട് കുടുംബം ഓടിക്കുന്ന മിക്ക ആൾക്കാരും ഉണ്ട്. കാരണം ബീഹാറിൽ നിന്നൊക്കെ ഉള്ള ആൾക്കാരെല്ലാം ഇതുകൊണ്ട് വീട്ടിലെ ചിലവുകളെല്ലാം കഴിഞ്ഞു പോകുന്നത്. അവർ രാവിലെ വണ്ടി കൊണ്ടിറങ്ങും. രാവിലെ വണ്ടി കൊണ്ടിറങ്ങും, പിന്നെ 10-14 മണിക്കൂർ വർക്ക് ചെയ്യും. പതിനാല് മണിക്കൂറൊക്കെ വർക്ക് ചെയ്തിട്ട് 1000 രൂപ പോലും മിച്ചം പിടിക്കാനില്ലെങ്കിൽ പിന്നെ ഇതിനകത്ത് ഓടിയിട്ട് എന്താ പ്രയോജനം? ഹലോ, ആപ്പോ रसी है खराब हो रही है, एक्सीलेटर नहीं ले रही. वहाँ पे मैकेनिक है जिससे काम करवाया था. ठीक है, OTP बता. 4241. ഇവൻ്റെ വണ്ടി നമുക്ക് ഉന്തി കൊടുക്കണം. അയ്യോ, മടുത്ത്. അവിടെ നിന്ന് ഇവിടെ വരെ വണ്ടി ഉന്തി 2 കിലോമീറ്റർ ഉണ്ടായിരുന്നു. ഇനി അവിടെ വരെ ചെയ്യുമ്പോഴത്തേന് മടുത്ത് പോകും. റൈഡ് ബുക്ക് ചെയ്ത് വണ്ടി ഉന്തിക്കും അവൻ എന്നെ കൊണ്ട്. കുഴപ്പമില്ല, നമുക്കും ഇങ്ങനെ ഇടയ്ക്ക് അക്കടി പറ്റാറുണ്ട്. നാളെ ഇതുപോലെ പെട്രോൾ തരുന്ന വഴി കിടന്നപ്പോൾ പിന്നെ ഓട്ടോക്കാരൻ എന്നെ ഇതുപോലെ ഹെൽപ്പ് ചെയ്തതാണ്.
അയ്യോ മടുത്ത് ഇനിയുണ്ട് 1.5 കിലോമീറ്റർ അടുത്തുള്ള. കാലിൻ്റെ കുഴക്കൊക്കെ വേനെടുക്കും. ₹5 किलोमीटर का मिलता है. हाँ ऊबर 12 किलोमीटर जो है तो 120 रुपया दे रहा हूँ. अच्छा करीबन 8 दिन हो गए. बहुत बढ़िया दे रहा हूँ. हाँ बहुत कम है अभी. उठन नहीं करती. मैं रेप्टो कम ऊबर लोगों ने कम कर दो. हाँ അടിക്കടാ ഓണടിക്ക. ഇപ്പം മാറ്റിത്തരാം. ₹36. 36 രൂപയ്ക്ക് 40 രൂപ വന്ന്. 50 രൂപ മേടിക്കേണ്ടതായിരുന്നു. ഇത്രയും വണ്ടി ഉന്തിയിട്ട് 50 രൂപ മേടിക്കേണ്ടതായിരുന്നു. ഓട്ടെ, അല്ലെങ്കിൽ ഞാൻ ആദ്യമേ പറയണമായിരുന്നു. ആദ്യം പറഞ്ഞില്ല. ഇത്ര രൂപ വേണമെന്ന് ആദ്യം പറഞ്ഞില്ല. അതുകൊണ്ട് 40 രൂപ ഒതുക്കി. ഈ കസ്റ്റമർ നമുക്കിട്ട് പണി തരുന്നത് ഇങ്ങനെ. ഒരു സൈഡിൽ കൂടെ കമ്പനിയുടെ പണി, മടുത്ത സൈഡിൽ കൂടെ കസ്റ്റമറുടെ പണി. മൂന്നിനകത്തും കൂടെ ഒരുപോലെ ബുക്ക് ചെയ്യും. എന്നിട്ട് ആദ്യം വരുന്ന വണ്ടി കയറിപ്പോവും, രണ്ടാമത്തെ വണ്ടി ക്യാൻസൽ ചെയ്യും. അങ്ങനെ ആൾക്കാർ എല്ലാവർക്കും അവരുടെ സമയത്തിൻ്റെ വില, ബാക്കി റൈഡർമാരുടെ സമയത്തിനൊന്നും ഒരു വിലയില്ല. ഈ ബ്ലൂ സ്മാർട്ടിലൊന്ന് കയറി നോക്കിയാലോ. നോക്കട്ടെ ഈ ആഴ്ച കൂടെ ഓലയുടെ സിറ്റുവേഷൻ എന്താണെന്ന് നോക്കട്ടെ. എന്നിട്ട് ബ്ലൂ സ്മാർട്ടിലൊന്ന് ജോയിൻ ചെയ്ത് നോക്കാം. ഇനിയിപ്പോൾ തണുപ്പല്ലേ വരുന്നത്, തണുപ്പത്ത് ബൈക്ക് ഓടിക്കാൻ പാടായിരിക്കും. ഇപ്പോൾ അവിടെ ഒരു ഓട്ടോക്കാരനെ കണ്ടപ്പോൾ ഓട്ടോക്കാരൻ പറഞ്ഞേ ഓല ഊബറും ഒക്കെ 13 രൂപയാണ് അവർക്ക് 1 കിലോമീറ്ററിന് കൊടുക്കുന്നത്. ഈ വണ്ടി കാലി ഓടുന്നതൊക്കെ വെച്ച് നോക്കിയാൽ 13 ഒന്നുമല്ല അവർക്ക്. കുറഞ്ഞ ഒരു 15 രൂപയിലും കിട്ടിയില്ലേ അവർക്ക് മുതലാകത്തില്ല. കഴിഞ്ഞ ദിവസം വേറൊരു ഓട്ടോക്കാരൻ പറഞ്ഞത് പണ്ടൊക്കെ ഇവർ ഇറങ്ങിയ 2000 രൂപ ഓടിയിട്ടൊക്കെ പോകത്തുള്ളായിരുന്നു. ഇപ്പോൾ 500 രൂപ പോലും തയ്ക്കാൻ പറ്റുന്നില്ല അവർക്ക്. ഞാനിവിടെ 1 മണിക്കൂർ ഇരുന്നു അവനെ സ്കൂട്ടി കൊണ്ട് വിട്ടിട്ട്. റൈഡ് ഇഷ്ടം പോലെ വരുന്നുണ്ട്, എല്ലാം ലോങ്ങാണ്. ലോങ്ങും ഒന്നെങ്കിൽ ലോങ് ആയിരിക്കും, അല്ലെങ്കിൽ ലെമ്പ പിക്കപ്പ് ആയിരിക്കും. അത് കാരണം ഒന്നും എടുത്തില്ല, അവിടെ തന്നെ ഇരിക്കുമായിരുന്നു 1 മണിക്കൂർ. ഊബറിലൊരു ചെറിയ ട്രിപ്പ് കിട്ടി, എടുത്ത് നോക്കാം. പിക്കപ്പ് എവിടെ നിന്നാണ്? 30 രൂപയുടെ ട്രിപ്പാണ്. ഇവിടെ ഒരു സ്കൂളുണ്ട്, ആ സ്കൂളിൽ നിന്നാണ് പിക്കപ്പ്. സ്കൂൾ വിടാറായി. ഇവിടെയൊക്കെ 12 മണിയാകുമ്പോൾ സ്കൂൾ വിടും. 12, 1 മണി, 2 മണി, അതോടുകൂടി സ്കൂളിൻ്റെ പരിപാടി കഴിയും. പിന്നെ പിള്ളേർ ഫ്രീ ആവും. നാട്ടിലേക്കോട്ട് 3:30 വരെ ഒന്നും ഇരിക്കേണ്ട കാര്യമില്ല. 4524 ബൈ ആർക്കേപുരം മെട്രോ സ്റ്റേഷൻ.
30 30 രൂപയുടെ ഓട്ടമായിരുന്നു ലാസ്റ്റ് ട്രിപ്പ്. നെക്സ്റ്റ് ട്രിപ്പ് നമുക്ക് കിട്ടി ഗോവിന്ദ്പുരി കൽക്കാജിക്ക്. ഞാനിപ്പോൾ ഡ്രോപ്പ് ചെയ്തിട്ട് ഇങ്ങോട്ട് വന്ന അതേ ലൊക്കേഷനിൽ തന്നെ. ഈ ട്രിപ്പ് നമുക്ക് കിട്ടിയേക്കുന്ന ഊബറിൽ നിന്ന് 12 കിലോമീറ്ററിന് 100 രൂപയാണ് കാണിക്കുന്നത്. നീ അവിടെ ചെല്ലുമ്പം അറിയാം എത്ര കിട്ടുമെന്ന്. താറാണോ ജിമ്മിയാണോ? താറായിരുന്നു, താറ്. ഈ ആർക്കേപുരത്ത് ഓരോ സെക്ടറിലും ഇതുപോലെ ഓരോ മാർക്കറ്റുണ്ട്. എല്ലാ സെക്ടറിലും മാർക്കറ്റുണ്ട്. ആൾക്കാർക്ക് സാധനം മേടിക്കാൻ വേറെ പുറത്തങ്ങ് പോകേണ്ട കാര്യമില്ല. ഇൻഡിക്കേറ്ററിലൊരു തേങ്ങാ കൊലയുമില്ലവൻ. तेरे जैसे बच्चे माँ की दम से तो एज भी बड़ी है. तेरी जैसी हाइट तो 7480. ഈ റോഡ് നല്ല ജാമാണ്. 12 കിലോമീറ്റർ പോകാൻ 38 മിനിറ്റാണ് കാണിക്കുന്നത്. രണ്ട് ഇങ്ങനെ പോയാൽ ഇവിടുന്ന് അങ്ങോട്ട് ജാമാണല്ലോ. 1 കിലോമീറ്ററോളം ജാമാണ്. നട്ടുച്ചയ്ക്ക് ട്രാഫിക് ജാം കൂടെ ആയ പണിയാവും. ഇപ്പോൾ സ്കൂൾ വിടുന്ന സമയം, അതാ ഇത്രയും ജാമ. ഏതോ ജയിൽ പുള്ളികളെ കൊണ്ടുപോകും. UK ഇവിടെ ഈ സാമാനം കേടായി കിടക്കുക. ചുമ്മാ ഇത്രയും ജാമം. പച്ചലയും പറിച്ച് വെച്ച്. അപ്പം ഇന്നത്തെ ഓട്ടം മതിയാക്കി നമ്മൾ നേരെ മൂനീർക്കയ്ക്ക് പോവുകയാണ്. മൂനീർക്ക ടു ചാണക്യപുരിക്ക് പോവുകയാണ്. ഇന്ന് ഊബറിൽ 3 ട്രിപ്പ് ചെയ്തു 180 രൂപയ്ക്ക്. ഓലയിൽ 3 ട്രിപ്പ് ചെയ്തു 97 രൂപയ്ക്ക്. ആകെ 250 രൂപയ്ക്കാണ് ഇന്ന് ഓടിയത്. ഇപ്പോൾ വേറെ ട്രിപ്പൊക്കെ വരുന്നുണ്ട്, ബാരാക്കമ്പ റോഡിനുമൊക്കെ വരുന്നു. ഇപ്പം സമയം 3:30 ഇന്നത്തെ ട്രിപ്പ്, രാവിലത്തെ ട്രിപ്പ് ഞാൻ ഇവിടെ കൂടെ നിർത്തുവാണ്. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ഇനി വൈകിട്ട് ഓടുന്നേ ഉള്ളൂ. വൈകിട്ടും കൂടെ ഓടി നോക്കാം, എത്ര ഒന്ന് ഏൺ ചെയ്യാൻ പറ്റുമെന്ന് നോക്കാം. ഒരു 400 രൂപയ്ക്ക് വൈകിട്ട് ഓടി എന്ന് 700 രൂപ തയ്ക്കാം. അപ്പോൾ 500 രൂപ നമുക്ക് മിച്ചം പിടിക്കാം. വേണ്ടേ മുകളിൽ അവിടെ കൊണ്ട് നിർത്തിയിട്ട് പുറമോട്ട് വരുന്നത് ഇതിൻ്റെ ആവശ്യം എന്തോ. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.